ഹലോ ഫ്രണ്ട്സ്, നവ്യ ഇങ്ങനെ വരുന്ന സമയത്ത് അബി ഇങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ എവിടെ പോകുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ അടുത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് പുറത്തേക്ക് പോകുന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അബിയോട് ആഹാരം കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അബി പെട്ടെന്ന് തന്നെ കഴിക്കണമെന്ന് പറയുന്നു. ഇപ്പോൾ ഇന്ന് ഒരിക്കൽ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നീ ഇനി ആഹാരം കഴിക്കണമെന്നാണോ പറഞ്ഞു വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, നീ അങ്ങനെ പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നു. ഇന്ന് എന്തായാലും അമ്മായിക്ക് വേണ്ടിയിട്ട് നല്ല കഠിനവ്രതം തന്നെ പിടിക്കണമെന്ന് ഞാൻ പറയുന്നു. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് കേട്ടോ നവ്യയോട്. അപ്പോൾ നവ്യ തിരിച്ചും പറയുന്നുണ്ട്, നിനക്കൊരു ദിവസം ഒരു നേരം ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നിൻ്റെ കാര്യമായിരിക്കും, നീ വിളിച്ച് പറയുന്നതൊക്കെ പറയുന്നു. നീ ആയിരിക്കും വ്രതം തെറ്റിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു. അപ്പോൾ എനിക്ക് വ്രതം തെറ്റിച്ചേ പറ്റുള്ളൂ, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അപ്പോൾ എനിക്ക് അതിനെ പട്ടിണിക്കിടാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അഭി ദേഷ്യത്തോടു കൂടി പറയുകയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നീ അങ്ങ് വ്രതം എടുത്തേനെ എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ഞാനിപ്പോൾ പഴയ നവ്യൊന്നുമല്ല, എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ വാക്കിന് വിലയുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷെ നീയാണ് ഇങ്ങനെ അഭിനയിക്കാൻ പോകുന്നത്, ഇവിടെ എല്ലാവരുടെയും മുന്നിലും വ്രതമെടുക്കുന്നതായിട്ട് അഭിനയിക്കുക, എന്നിട്ട് പുറത്ത് പോയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നു. അപ്പോൾ നീ ഇതൊക്കെ പറയുന്നതല്ലാതെ നീ ഒന്ന് തെളിയിക്കുക, അങ്ങനെ നീ തെളിയിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ നല്ലൊരു സ്വർണ്ണമോതിരം വാങ്ങി തരുമെന്ന് പറയാം. അപ്പോൾ നവ്യ ഒന്ന് ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നീ എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നവ്യ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ മലയ്ക്ക് പോകാൻ വ്രതം പിടിക്കുകയാണെങ്കിലും നോൺ വെജ് ഒക്കെ നന്നായിട്ട് അകത്താക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നു. അപ്പോൾ അഭി ആണെങ്കിലും പറയുന്നുണ്ട്, നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഞാനത് കഴിക്കുന്നുണ്ടെന്ന് അങ്ങ് തെളിയിക്കുക എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും വെല്ലുവിളിക്കുകയാണ് നവ്യനെ ആണെങ്കിലും. പിന്നെ എന്തായാലും അബി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടനും അനിയും ഒക്കെ എടുക്കുന്നതിനേക്കാളും നല്ല കഠിനവ്രതമാണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിനക്ക് അതിനൊന്നും പറ്റില്ല എന്ന് തന്നെയാണ് നവ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. എന്തായാലും അബിയുടെ പിറകെ പോകാൻ നവ്യ തീരുമാനിച്ചിട്ടുണ്ട്. അബി അവിടുന്ന് നേരെ പോകുന്നത് റെസ്റ്റോറൻറ്റിലേക്ക് തന്നെയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അബിയുടെ ഒരു കൂട്ടുകാരനും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരൻ നേരത്തെ തന്നെ അബി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അബി ആണെങ്കിലും ചെന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. എനിക്കൊരു നേരം കൂടി ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ല, എനിക്ക് രാവിലത്തെ ഭക്ഷണം എന്തായാലും മസ്റ്റാണെന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഉച്ചയ്ക്കോ എന്ന്. അതും മസ്റ്റാണ്. രാത്രി പിന്നെ വല്ല ഫ്രൂട്ട്സോ എന്തെങ്കിലും ജ്യൂസോ ഒക്കെ കിട്ടിയാലും മതി, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അതും വലിയ പാടാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ വീട്ടിലാണെങ്കിൽ പുതിയ ചിട്ടകളൊക്കെ വന്നിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിന്നെ വിളിച്ചു പറഞ്ഞതെന്നൊക്കെ പറയുന്നു. ഞാൻ നീ പറഞ്ഞതെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. നോൺ വെജ് വല്ലതും വേണമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറ്റില്ല, ഇനിയിപ്പോൾ അതൊക്കെ പോയി വന്നിട്ടേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും നോൺ വെജ് കഴിക്കുന്നില്ല, വെജിറ്റേറിയൻ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. എന്തായാലും പിന്നീട് ഇങ്ങനെ അമ്മായിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, അവർക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവർക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു. പിന്നെ ഇങ്ങനെ അമ്മായിയുടെ പക്കനാളാണ്, അതുകൊണ്ടാണ് എല്ലാവരും വ്രതം എടുക്കുന്നതെന്നൊക്കെ പറയുന്നു. ഈ സമയത്ത് നവ്യ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഒരു ഓട്ടോയിൽ വന്നിറങ്ങി ഓട്ടോക്കാരന് ഇങ്ങനെ പൈസ കൊടുത്ത് പറഞ്ഞു വിട്ടിട്ട് നവ്യ ആണെങ്കിലും മനസ്സിലോർക്കുന്നുണ്ട്, എന്തായാലും അവന് എൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് എന്നെനിക്കറിയാം, ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണോ അതോ എന്തെങ്കിലും പെൺകുട്ടികളായിട്ട് കൊഞ്ചിക്കുകയാണോ എന്നൊക്കെ മാത്രമേ അറിയേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ട് ചെല്ലുകയാണ്. നവ്യ ആണെങ്കിൽ സാരിയുടെ മുഖം മറച്ച് അകത്തേക്ക് ചെല്ലുന്നത് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ചെന്നിട്ട് അവിടെ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. അഭി ഭക്ഷണം കഴിക്കുന്നതൊക്കെ നവ്യ കാണുന്നുണ്ട്. നവ്യ അവിടെ വന്നിരിക്കുമ്പോൾ തന്നെ വെയിറ്ററിനെ വന്നിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നവ്യയോടൊപ്പം. നവ്യ ഒരു ഓറഞ്ച് ജ്യൂസ് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നീട് അഭി ഭക്ഷണം കഴിക്കുന്നതെല്ലാം ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു നവ്യ. അബിയാണെങ്കിൽ ഇങ്ങനെ വീണ്ടും ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അബിയുടെ കൂട്ടുകാരാണെങ്കിലും അമ്മായിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവരുടെ അവസ്ഥ കണ്ടപ്പോൾ തട്ടിപ്പോകും എന്നാണ് വിചാരിച്ചത്, പക്ഷേ ആയുസിൻ്റെ ബലം കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുകയാണ്. അവരുടെ പക്കനാളാണ്, അതുകൊണ്ട് എല്ലാവരും വ്രതം പിടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ ആ കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, വീട്ടുകാർ പറഞ്ഞത് കേൾക്കട, ഇനി പാർട്ടീഷൻ നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ എന്നൊക്കെ ഇങ്ങനെ അബിയോട് പറയുമ്പോൾ അതിനിപ്പോൾ കിട്ടുമോ എന്ന് കണ്ടറിയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ എൻ്റെ ഏട്ടനാണല്ലോ അവിടുത്തെ മുതലാളി എന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാരോട് പറയുകയാണ്. അപ്പോൾ നവ്യ ആണെങ്കിൽ ഇതെല്ലാം ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യ വീഡിയോ എടുക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.